ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ഡയറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു 4 കാർഡ് ഐഡിയാസ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള പേപ്പറാണ്, കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. സാധാ A4 ഷീറ്റിൻ്റെ ഒരു തിക്നെസ് അല്ല, ഇത് കുറച്ചുകൂടി GSM കൂടുതലുള്ള പേപ്പറാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ പേപ്പറാണ് എടുക്കാൻ വന്നിട്ട്. ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം കേട്ടോ. ചാർട്ട് പേപ്പർ കുറച്ച് GSM കൂടുതലല്ലേ. അപ്പം അതിൽ ഒരു ഗൂഗിളിൽ നിന്ന് ഒന്ന് എഴുതി കൊടുക്കുക. ഇതൊരു ഗൂഗിൾ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ഓർഡറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു സ്ട്രിപ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൽ ജസ്റ്റ് ആ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവില്ലേ, ആ ഒരു സാധനം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് തീമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ തീമിലുള്ളത് ഒന്ന് എഴുതി കൊടുക്കണം. ഇപ്പോൾ ക്യൂട്ടാണ് വിചാരിച്ചത്, അതുകൊണ്ട് ക്യൂട്ടെന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്, ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെയുള്ളൊരു സംഭവം സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് എന്നാലാണ് കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് അതിൻ്റെ 3 സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് കുറച്ച് എന്താ പറയുക, സെർച്ച് ബട്ടൺ കുറച്ച് എന്താ പറയുക പൊന്തി വെക്കുന്ന പോലെ ഫീൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഓള്, ഇമേജ്, ഷോപ്പിംഗ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ ഇമേജ് ആണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഒരു ബ്ലൂ കളറിലായിട്ട് എഴുതി കൊടുക്കണം. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കുന്നതാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ വെക്കുന്ന ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പം അടുത്ത കാർഡ് വന്നിട്ട് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കാർഡ് ഒരു ഫ്രെയിം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് 2 എണ്ണം കട്ട് ചെയ്യണം. അതാണ് എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ട്. ഞാൻ ഒറ്റ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഫ്രെയിമിൻ്റെ സൈസിലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കുക, ഒന്നിൽ ഒന്നും എഴുതാൻ പാടില്ല, പ്ലെയിൻ ആയിരിക്കണം. അപ്പോൾ ആ ഫ്രെയിം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അതിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഒന്നും എഴുതാത്തത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആടെയായിരുന്നു എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തത് കുറച്ച് ചെറുതായിരുന്നു, കുറച്ചാണ് കേട്ടോ ചെറുതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ചു. അങ്ങനെ തിരിയുന്നൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അടുത്തത് ആ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് എഴുതിയതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത് വെച്ച സെയിം ഫ്രെയിം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അടുത്ത മിസ്റ്റേക്ക് വന്നിട്ട് ആ വൈ ഉണ്ടല്ലോ, ഞാൻ ഫ്രെയിമിൻ്റെ പുറത്തായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായത്. അതാണ് അടുത്ത മിസ്റ്റേക്ക് വന്നിട്ട്. സംഭവം വർക്കിംഗ് ആണ്. പിന്നെ അതിനെ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മളൊരു തീമിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു പിങ്ക് കളർ പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കുറേ സർക്കിൾസ് വേണം, കുറേ മീൻസ് അത്ര എന്നല്ല, എന്നാലും കുറച്ച് സർക്കിൾസ് വേണം. ഇതൊരു ബലൂൺ തീം അങ്ങനത്തെ ഒക്കെ ഒരു തീമിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സർക്കിൾസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാക്കി വന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സർക്കിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക, നമ്മളെ ഗ്ലൂവിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. കുറച്ച് ചെറിയ സർക്കിൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ക്യാപ്പായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കിട്ടും. അങ്ങനെ ഞാനൊരു 3 സർക്കിൾസ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലൊരു 12 or 13 സംതിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലോട്ടേക്ക് നമുക്ക് ഞാൻ ഇമോജീസാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഒരു ചിരിച്ചിരിക്കുന്ന ഇമോജിയാണ്. അത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ബലൂൺ തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക.
ഞാനപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു തീം ബേസ്ഡ് ആയിട്ടൊന്നും അല്ല കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക നൂല് പോലത്തെ സാധനം ഉണ്ടാവില്ലേ ത്രെഡ്, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് പെൻ വെച്ചിട്ട് കുറേ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ബലൂൺസ് ഇല്ലേ അതുകൊണ്ട് കുറേ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ബോവും കൂടി വരച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രൗൺ പേപ്പറിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് വേണ്ട, ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം മെറ്റീരിയൽ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു പിങ്കും ബ്ലൂവും ഷെയ്ഡിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിതൊരു എയർ ബലൂണില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ ഒരു പാരഷൂട്ട് ആ ഒരു തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ കുറേ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് എന്താ പറയുക കുറച്ചുള്ള പോലെ തോന്നിയിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്ന 2-3 കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പാരഷൂട്ടിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോക്സ് പോലെയുള്ളതൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക. ഞാനൊരു ലാവൻഡറും ബ്ലൂ ഒക്കെ ആയിട്ട് ഒരു ലൈൻസ് പോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ളൊരു പാസ്റ്റൽ തീമിലായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. അതിനുശേഷം അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നമ്മൾക്കൊന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിൻ്റെ ഒന്ന് ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.